വാട്ട് എ കംബാക്ക്! ചെന്നൈയിൻ FC-യെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തരിപ്പണമാക്കിയിരിക്കുകയാണ്. എന്തായാലും കൊച്ചി പോയ ആരാധകർക്ക് സന്തോഷത്തോടെ മടങ്ങാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് ഒരുക്കിയിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സീസണിലെ ക്ലീൻ ഷീറ്റ് നിലനിർത്തിയ ഏക മത്സരമാണിത്. അതും ചെന്നൈയിൻ FC-യെ പോലുള്ള ഒരു ടീമിനെതിരെയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു മത്സരത്തിൻ്റെ ലൈനപ്പ് വന്നപ്പോൾ വലിയ ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷ പോലെയുള്ള രീതിയിലുള്ള ഒരു ലൈനപ്പ് തന്നെയാണ് നമ്മൾ കണ്ടത്. അതിലെടുത്ത് പറയേണ്ടത് കോറോസെങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ലേക്കുള്ള ആ ഒരു വരവ് തന്നെയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണ. പുള്ളിയുടെ ഫോം കുറവ് എന്ന് പറഞ്ഞ് നമ്മൾ പല തവണയായി എഴുതി തള്ളിയതാണ്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മത്സരമായിരുന്നു. ഇനി നോവ സൊദയ് പരിക്ക് മാറിയതിൻ്റെ ശേഷം സ്റ്റാർട്ടിംഗ് 11-ലേക്ക് വന്ന് പുള്ളിയുടെ ഫുൾ എഫേർട്ട് ഈ ഒരു മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഇതായിട്ട് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും പുള്ളിക്ക് എത്തിയിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ടത് സച്ചിൻ സുരേഷ്. ഹീ ഈസ് എ ബ്രില്യൻറ്റ് പ്ലെയർ. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് പറയുന്നത് ഗോൾ കീപ്പിങ്ങിലാണ് എന്നുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിൽ വ്യക്തമായതാണ്. അപ്പോൾ എന്തായാലും അതെല്ലാം നികത്തിക്കൊണ്ട് സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു വരവ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വലിയ ഊർജ്ജം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കഴിഞ്ഞ സീസൺ തുടങ്ങിയത് മുതൽ നമ്മൾ പറയുന്നതാണ് ഡിഫൻസ് പോരാ എന്നുള്ളത്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം കോർഡിനേഷൻ ഗെയിമും അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോങ് ബോളുകളൊന്നും കൊടുക്കാതെ മിക്കവാറും, കാരണം മിഗൽ സ്റ്റാർ എന്ന് പറയുന്ന കോച്ച് കൃത്യമായ പ്ലാനോടുക്കനെ തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ആൻഡ് ഇൻ്റർനാഷണൽ ബ്രേക്ക് അതിന് ഒരുപാട് ഗുണവും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നതാണ്. ഗ്രൗണ്ട് പാസുകൾ കളിച്ച് മുന്നേറിപ്പോകുന്ന ആ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ വ്യക്തമായ പ്ലാന് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം റയാൻ എഡ്വേർഡ്സിനെ പോലെയുള്ള ഡിഫൻഡേഴ്സ് വളരെ ഹൈറ്റ് കൂടിയ ഡിഫൻഡേഴ്സാണ്. സാധാരണഗതിയിൽ ഹൈ ബോളുകൾ കളിച്ച് കയറുന്ന ബ്ലാസ്റ്റേഴ്സ് മറിച്ച് ഗ്രൗണ്ട് പാസുകൾ നൽകി, ഷോർട്ട് പാസുകൾ നൽകിക്കൊണ്ടിട്ടുള്ള ഒരു കളി മികവ് പുറത്തെടുക്കുകയും അഡ്രിയാൻ ലൂണ എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡർ അവിടെ പൊളിച്ചടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്ത താരം ഹീസ് വെരി ക്രൂഷ്യൽ ഫോർ ദിസ് ടീം. നമ്മൾ പറയുന്നതാണ്, എന്താ പറയുക, ബറൂഷ്യ ഡോട്ട്മണ്ട് എന്ന് പറയുന്ന ഒരു ടീമിന് അനുകരിക്കുന്ന ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. ഇത് പറയാൻ കാരണം ഒന്നുണ്ട്. കാരണം നമ്മൾ യൂത്ത് പ്ലെയേഴ്സിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കും, നല്ല പൈസക്ക് വിൽക്കുന്ന ഒരു രീതി ബ്ലാസ്റ്റേഴ്സിൽ പൊതുവായി കണ്ടുവരാറുണ്ട്. അതിന് ഉദാഹരണമാണ് സഹൽ എന്ന് പറയുന്ന താരം. കാരണം പുള്ളിയുടെ ആ ഒരു മികച്ച പീക്ക് ഫോമിലേക്ക് നിൽക്കുമ്പോഴാണ് നമ്മൾ മോഹൻ ബഗാനിലേക്ക് വിറ്റ് കളഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ കളിക്കാൻ ഏക വ്യക്തിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനൻ. പുള്ളിയുടെ ആ ഒരു ടാക്ലിംഗ് സ്കില്ലും അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയും കാണിച്ചു തരുന്ന ഒരു പെർഫോമൻസാണ് വിപിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചെന്നൈയുടെ ഭാഗം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് എറേഴ്സ് കഴിഞ്ഞൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC വരുത്തിയിട്ടുണ്ട്. അതിന് എടുത്ത് പറയേണ്ടത് അവരുടെ സ്ട്രൈക്കറായിട്ടുള്ള വിൽമർ ജോർഡൻ ഗിൽ എന്ന് പറയുന്ന താരത്തെ തന്നെയാണ്. ഒരു രീതിയിലും ഈ ഒരു മത്സരത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നിട്ടില്ല. കിട്ടിയൊരു അവസരമാവട്ടെ ഗോൾ കീപ്പറുടെ തലമുകളിലോടുക്കനെ ഔട്ടാക്കി കളിക്കുകയും ചെയ്തു. ചെന്നൈയുടെ സ്റ്റാർട്ടിംഗ് 11-ൽ വന്നപ്പോൾ കോറോൺ ഷീൽഡ് എന്ന് പറയുന്ന ആ ഒരു താരം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കുറവ് വ്യക്തമായി തന്നെ ആ ഒരു ടീമിൽ കാണുന്നുണ്ടായിരുന്നു. എൽസീനിയും റയാൻ എഡ്വേർഡ്സും ആവട്ടെ മരിച്ച് കളിക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പിന്നീട് ഒരു 50-55 മിനിറ്റിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഓടിക്കളിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ആ ഒരു ടയേർഡ്നെസ് നമുക്ക് ആ ഒരു ടീമിൽ പൂർണ്ണമായും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. വിൻസി ബെരട്ടോ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു വിൻസി. പക്ഷേ പുള്ളിയുടെ ആ ഒരു ക്വാളിറ്റിക്കൊത്ത് ആ ഒരു ഡിഫൻസിന് മറികടക്കാൻ, പ്രത്യേകിച്ച് പറയേണ്ടത് നോയോച്ച സിംഗിനെ, നമ്മൾ കഴിഞ്ഞ പ്രീ മാച്ചിൽ പറഞ്ഞത് തന്നെയാണ്, നോയോച്ചയെ മറികടക്കാൻ ഒരുപാട് തവണ വിൻസി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നോയോച്ച ഒരു രീതിയിലും വിട്ടുകൊടുക്കാത്ത ഒരു പെർഫോമൻസ് നോയോച്ചയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യം പറയേണ്ടത് നമ്മുടെ ഗോൾ സ്കോറിംഗ് ആണ്. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ കോറോസിംഗിൽ നിന്ന് വന്ന അസിസ്റ്റ് കൃത്യമായി ജീസസിൻ്റെ കാലിലേക്ക് എത്തുകയും ജസ്റ്റ് ഒരു ഫ്ലിക്ക് ഇടുകയും അത് ഗോളായി മാറുകയും ചെയ്തു. ജീസസിന് കിട്ടിയ നല്ലൊരു അവസരം ബാറ് നമുക്ക് വില്ലനാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതെല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോൾ വന്നിരിക്കുന്നത് നോവയുടെ ഒരു ഇൻഡിവിജ്വൽ സ്കില്ലോടുക്കനെ തന്നെയാണ്. അതും അഡ്രിയാൻ ലൂണയുടെ അസിസ്റ്റോടുക്കനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ
ഗോളുകൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അത് നോവയുടെ ഭാഗത്തു നിന്നും ഒരു ക്ലിനിക്കൽ ഫിനിഷാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ഇനി അവസാന നിമിഷങ്ങളിലാണ് ആ ഒരു ഗോള് വരുന്നത്. കഴിഞ്ഞ വർഷമൊന്നും ഗോൾ സ്കോറിംഗ് ഇല്ലാതെ ഇരുന്ന രാഹുൽ KP, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ ആദ്യത്തെ ഇന്ത്യൻ സ്കോററായിക്കൊണ്ട് രാഹുൽ KP തിരിച്ചെത്തിയിരിക്കുകയാണ്. അതും നോവയുടെ ആ ഒരു അവസാനത്തെ ആ ഒരു ഫൈനൽ ടച്ച്, ഇൻഡിവിജ്വൽ സ്കില്ലോടുക്കിനെ നേടിയെടുത്ത ആ ഒരു പന്ത് നോവ അത് ഓപ്പണായി നിൽക്കുന്ന രാഹുലിനെ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു പന്ത് നീട്ടി നൽകുകയാണ്. അത് കൃത്യമായി രാഹുൽ ഫിനിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ബ്യൂട്ടിഫുൾ ഗോൾ തന്നെയായിരുന്നു അത്. കാരണം ടീം വർക്ക് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് തന്നെയാണ് നമ്മൾ അവസാന നിമിഷം വിറ്റ്നസ് ചെയ്തത്. എന്തായാലും ടീം ഗെയിമും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ രീതിയെയും പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ എല്ലാവരും തൃപ്തി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ 20K മൈൽ സ്റ്റോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.